പ്രമേഹപാതം എന്നുള്ളത് വലിയൊരു വിഷയമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? പ്രമേഹപാത രോഗം, ഡയബറ്റിക് ഫുഡ് അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ഡിസീസ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. എന്താണ് അവിടെ അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്നത് എന്നും ഈ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. മറ്റൊന്നുമല്ല, രണ്ട് പ്രധാന പ്രശ്നങ്ങൾ. ഒന്ന് ഞരമ്പുകളെ ബാധിക്കുന്ന, അതായത് നാഡികളെ ബാധിക്കുന്ന ന്യൂറോപ്പത്തിയും, പിന്നെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഒരു പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ഒന്ന്, നാഡികളുടെ പ്രവർത്തനം താറുമാറാവുന്നു, നാഡികൾ ക്ഷയിച്ചു പോകുന്നു, അതിന് ന്യൂറോപ്പത്തി എന്നും പൊതുവെ. രക്തക്കുഴലുകൾ ക്ഷയിച്ചു പോവുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്ന അവസ്ഥയെ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്നും പറയുന്നു. യൂഷ്വലി ഇത് രണ്ടിൻ്റെയും ഓവർലാപ്പ് ഉണ്ടാവും. ഏതാനും പ്രശ്നങ്ങൾ ന്യൂറോപ്പത്തി കാരണവും ഏതാനും പ്രശ്നങ്ങൾ ഈ പറയുന്ന രക്തയോട്ടത്തിൻ്റെ കുറവുകൾ കാരണവും ഉണ്ടാവും. അപ്പോൾ ഇത് ഓവർലാപ്പ്. ഇത്ര മനസ്സിലായി. ഇനിയിപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു അറിവ് വെച്ചിട്ട് ഈ വ്യക്തിയുടെ ഈ പാദം നമുക്കൊന്ന് കാണാം. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിന് എടുത്തുകാടി നമ്മൾ പറയും, ഓ ഇതെനിക്കറിയാലോ, ഇത് ആണിയാണ്. ആണിയെക്കുറിച്ച് ഒരുപാട് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. പിന്നെ പ്രമേഹപാതം എൻ്റെ ഒരു ഫേവറേറ്റ്, ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ്, ഒരു സ്പെഷ്യാലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അതിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എപ്പോഴും ഒരുപാട് കാണുന്ന ഒരു കാര്യമാണ് ഈ ആണി എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ആണി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മതിലൊക്കെ അടിച്ചു കയറ്റുന്ന ഒരു അല്ലേ, കൊട്ടോടി കൊണ്ട് അടിച്ചു കയറ്റുന്നതും നമുക്ക് എപ്പോൾ തോന്നിയാലും വലിച്ചെടുക്കാവുന്നത്, ഒരു ചെറിയ തലയും പിന്നെ മൂർച്ചയുള്ളൊരു ഭാഗമുള്ളൊരു സാധനമാണ്. അപ്പോൾ കാലിലും അങ്ങനെ തന്നെ ആയിരിക്കും, അകത്ത് മൂർച്ചയുള്ള ഭാഗമുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ഹാമർ വെച്ച് നമുക്ക് വലിച്ചെടുക്കാം, ക്ലോ ഹാമർ ഉപയോഗിച്ച് അങ്ങോട്ട് വലിച്ചെടുക്കാം എന്നൊക്കെ നമുക്ക് തോന്നും. അതാണ് ആണി എന്നുള്ള വാക്കിലൂടെ നമുക്ക് മനസ്സിൽ വരുന്നൊരു ഇമേജ്. ഇതാണ്, ഒട്ടുമല്ല എന്നുള്ളത് അറിയാം. പക്ഷേ എന്താണ് സംഭവം, അതാണ് ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ ന്യൂറോപ്പത്തിയും പിന്നെ വാസ്കുലോപ്പത്തിയും എന്ന് വെച്ചാൽ നെർവ്സിനെ, നാഡികളെ ബാധിക്കുന്ന അവസ്ഥയും രക്തയോട്ടത്തെ ബാധിക്കുന്ന അവസ്ഥയും രണ്ടും ഒരുമിച്ചുണ്ട്. പ്ലസ് അത് തന്നെ ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുപാട് നാളുകളായിട്ട് നീണ്ടുപോകുന്നതിൻ്റെ ഫലമായിട്ട് പാദത്തിൻ്റെ ഘടന തന്നെ മാറി. ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഈ തള്ളവിരലിൻ്റെ ഘടന എന്താണെന്നൊന്ന് നോക്കുക. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് നോർമലി ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം അത് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അതായത് ഈ ജോയിൻ്റ്, ഈ ഭാഗം, ഇവിടെ കാര്യമായ ലോഡ് വന്നിട്ടുണ്ട്. പൊതുവെ ഈ പൾപ്പ്, ഈ ഏരിയ, നഖത്തിൻ്റെ തൊട്ടടിയിൽ കിടക്കുന്ന ഈ ഏരിയ ആയിരിക്കണം നിലത്ത് മുട്ടുന്നത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ആണല്ലോ. ഇങ്ങനെ പകരം എന്ത് സംഭവിച്ചത്, ഇങ്ങനെ ഓൾമോസ്റ്റ് ലൈക്ക് ദിസ്, ന്യൂട്രൽ ഇങ്ങനെ വന്നാലും ക്ലോയിങ് എന്ന് പറയും. ദിസ് ഇസ് പെർഫെക്റ്റ്. ഇവിടെ എന്ത് സംഭവിച്ചത്, ഇങ്ങനെ പോയി. അപ്പോൾ ഇവിടെ കൂടുതൽ പ്രഷർ, കൂടുതൽ സമ്മർദ്ദം പതിയുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പ്ലസ് രക്തയോട്ടം വളരെ കുറവാണ്. പ്ലസ് ഈ വ്യക്തിക്ക് യാതൊരു സെൻസേഷൻസും ഇല്ല കാലിൽ, കാരണം നാഡികളൊക്കെ ക്ഷയിച്ചു പോയി. അപ്പോൾ അവിടെ പതുക്കെ ഇപ്പോൾ ശരീരം എന്ത് ചെയ്യും, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഇതിനെ സംരക്ഷിക്കാനായിട്ട്, അവിടെ തൊലി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കൂടുതൽ ചർമ്മം അല്ലെങ്കിൽ ചർമ്മകോശങ്ങൾ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ അടുക്കി 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 വെക്കും. യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ട് വേണം ഇതിനെ കാണാൻ. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സ്ഥലത്തല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇത് ചുമ്മാ കുറേ കോശങ്ങൾ അവിടെ വന്ന് അടിയുന്നു. ഈ കോശങ്ങളിൽ പിന്നീട് രക്തയോട്ടം ഇല്ലാതാവുന്നു. ഈ കോശങ്ങൾ പിന്നീട് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ലേയേഴ്സ് ആയിട്ട് രൂപപ്പെടുന്നു. അത് വലുതായി വരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അത് മൊത്തത്തിൽ അങ്ങോട്ട് പൊളിഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ അകത്ത് ഇങ്ങനെ അടർന്നു വരുന്നതിൻ്റെ ഫലമായിട്ട് അകത്തേക്ക് ഇൻഫെക്ഷൻ കയറുകയും, അതായത് പഴുപ്പ് കയറുകയും, പിന്നെ ഈ വിരലിൻ്റെയും കാൽപാദത്തിൻ്റെ അവസ്ഥ തന്നെ അപകടത്തിലാവുകയും ചെയ്യും. അതാണ് ഈ ആണി എന്ന് പറയുന്ന ഈ അവസ്ഥയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതാണ് ഈ ആണി. അപ്പോൾ
ഇതിന് തഴമ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന ചിലരുണ്ട്. തഴമ്പ് പൊതുവെ നല്ലൊരു കാര്യമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്, അല്ലേ? നല്ലപോലെ മേലനങ്ങി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയുടെ കൈകളിലൊക്കെ കാണപ്പെടുന്ന അധ്വാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് തഴമ്പിനെ നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു പ്രമേഹ രോഗിയുടെ പാദത്തിൽ അതേപോലെ ഈ തഴമ്പെന്ന് വിശേഷിപ്പിക്കുന്ന ഈ സാധനം, ഈ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് വൻ അപകടം തന്നെയാണ്, ഒരു സംശയമില്ല. അതിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് അത്. അപ്പോൾ അതിനെ തഴമ്പെന്നും പറഞ്ഞാൽ തള്ളിക്കളയരുത്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഒരു കാരണവശാലും പാടില്ല. ഈ ബ്ലേഡ് ഉപയോഗിച്ച് ചെത്തിയെടുക്കുക, അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് ഇത് വെട്ടിക്കളയാൻ നോക്കുക, നെയിൽ കട്ടർ ഉപയോഗിച്ച് ഇത് ഇങ്ങനെ തോണ്ടി ചിരണ്ടിക്കളയാൻ ശ്രമിക്കുക, അല്ല ചുമ്മാ TV നോക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ കാലിൽ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുക, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അതുപോലെ വേറെ ലേപനങ്ങളോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാത്ത ലേപനങ്ങളോ വേറെ ഒരു സാധനം അവിടെ പുരട്ടാൻ പാടില്ല. ആസിഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, സ്പിരിറ്റ്, ടർപ്പൻറ്റൈൻ മുതലായ ഒരു സാധനം അവിടെ പുരട്ടാൻ പാടില്ല. ഇത് നിർബന്ധമായിട്ടും ഇതിൻ്റെ പരിചരണവും ഇതിൻ്റെ ചികിത്സയും അറിയാവുന്ന വ്യക്തിയുടെ അടുക്കൽ തന്നെ പോയിട്ട് വേണം ഇത് ട്രീറ്റ് ചെയ്യാൻ. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് അടർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വ്രണം രൂപപ്പെടും, അവിടെ ഒരു റോ സ്കിൻ വരും, അതിലൂടെ ഇൻഫെക്ഷൻ അകത്തേക്ക് കയറാം, പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഒന്ന്. രണ്ടാമത്തെ, ഇതൊരു ഷോർട്ട് ടേം ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്. അങ്ങനെ ഇത് മാത്രം എടുത്ത് കളയുന്നത്. കാരണം ആ വിരലിൻ്റെ ഘടനയും ആ സന്ധിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ ഉൾക്കൊള്ളാതെ ചുമ്മാ ഇത് മാത്രം, ഈ തഴമ്പ് അല്ലെങ്കിൽ ഈ ആണി എന്ന് പറയുന്ന ഈ സാധനത്തിന് മാത്രം ചികിത്സിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല. ലോങ് ടേം ബെനിഫിറ്റ് കിട്ടില്ല. ലോങ് ടേം ബെനിഫിറ്റ് കിട്ടാൻ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായ രീതിയിൽ ലോങ് ടേമിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. അതിന് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഓഫ് കോഴ്സ് ഇത് ട്രീറ്റ് ചെയ്യുക. രണ്ടാമത്തേത്, ഈ വിരലിൻ്റെയും പാദത്തിൻ്റെയും ഘടന ഇനി കൈവിട്ട് പോകാതെ, ഇനി മാറാതിരിക്കാൻ വേണ്ടി ഇതിന് കൃത്യമായ പാദരക്ഷകൾ കൊടുക്കുക. ഇതിൻ്റെയൊക്കെ കൂടെ പ്രമേഹ നിയന്ത്രണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. മറ്റുള്ള വിരലുകൾക്ക് കുഴപ്പം വരാതെ നോക്കുക. ഇതിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ഇപ്പോൾ ഈ ഒരു പാദത്തിൽ ഇപ്പോൾ ഇൻഫെക്ഷൻ ഒന്നും കാണുന്നില്ല. ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ പാരലായിട്ട് അതിൻ്റെ കൂടെ തന്നെ അതും ട്രീറ്റ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വയ്ക്കണം. വീണ്ടും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു വ്രണമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ചിലരെങ്കിലും ആശങ്കപ്പെടുത്തുന്നൊരു പടം ആണ് നിങ്ങളിവിടെ കണ്ടത്. ആശങ്കപ്പെടേണ്ടതായിട്ട് ഇതിലൊന്നും തന്നെ ഇല്ല. നിങ്ങൾ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ടാവും. ഈ ആണി എന്ന് പറയുന്ന സാധനം ഇതാണ്. പക്ഷെ അത്രയും ലളിതമായിട്ടോ അല്ലെങ്കിൽ അത്രയും ലാഘവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമല്ല ആണി എന്നാണ് ഇവിടെ പറയാൻ. അതിന് ഒരുപാട് തലങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.